PS രാമചന്ദ്രൻ മാസ്റ്റർ, കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. രാമചന്ദ്രൻ മാസ്റ്റർ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ലോറിക്ക് നിയന്ത്രണം പറ്റിയത്? കുട്ടികളൊക്കെ സുരക്ഷിതരാണോ? ഇവിടെ പനയമ്പാടം ഹൈവേയിലാണ് ഈ അപകടം നടന്നത്. ലോറിക്ക് അടിയിൽപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, അതിൽ 3 കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കച്ചമ്പാറ ഇസ ഹോസ്പിറ്റലാണ് കുട്ടികൾ ഉള്ളത്. ഇവിടുന്ന് ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, മുഴുവനായിട്ടില്ല. ഇനിയും കുട്ടികൾ അടിയിലുണ്ടോ എന്ന് സംശയമുണ്ട്. ഇനിയും കൂടുതൽ കുട്ടികൾ അതിനടിയിലുണ്ടോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് അല്ലേ? ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്രെയിനും JCB ഒക്കെ ഉപയോഗിച്ചിട്ടും ലോറി പൊന്തുന്നില്ല. ലോറി ഒരു താഴ്ചയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. ഹൈവേയുടെ സൈഡിലാണ്, റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇത് ഈ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ എത്തുന്നു, നാട്ടുകാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റേ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയോ? രക്ഷാപ്രവർത്തനം പോലീസും ഫയർഫോഴ്സും എല്ലാം ഉണ്ട്. 2 ക്രെയിൻ വെച്ച് വണ്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുകൾ വന്ന് നിൽക്കുന്നുണ്ട്. 3 ആംബുലൻസിൽ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞു. അവിടെ എത്ര കുട്ടികൾ ആ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു? ബാക്കിയുള്ളവരെല്ലാം കൃത്യമായിട്ട് അറിയില്ല. നടന്നു പോകുന്ന ചെറുള്ളി ഭാഗത്തുള്ള കുട്ടികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പരിക്കേറ്റവരെ. പക്ഷെ മരണപ്പെട്ടു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് അല്ലേ? അതെ അതെ അതെ, 3 കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ? അത് അവരെ ആദ്യം ലോറിക്കടിയിൽ നിന്ന് എടുക്കുകയായിരുന്നോ? ലോറിക്കടിയിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോഴും ലോറി മുഴുവൻ പൊങ്ങിയിട്ടില്ല. ഇനിയും കുട്ടികൾ അടിയിലുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ നിയന്ത്രണം വിടാൻ എന്ത് കാരണം എന്നാണ് ആളുകൾ? വേറൊരു വണ്ടിയിൽ ഇടിച്ചിട്ടാണ് ലോറി മറിഞ്ഞത്. പക്ഷേ ഇതൊരു സ്കൂൾ പരിസരമല്ലേ? അവിടെ അമിതവേഗം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സ്വാഭാവികം നമ്മൾ എല്ലായിടത്തും കാണാറുണ്ടല്ലോ. പോലീസ് ഉണ്ടാകും, അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ ഉണ്ടാകും. ഇവിടെ എന്താണ് ഈ കരിമ്പാവ് സ്കൂളിന് മുന്നിൽ അത്തരം സംവിധാനങ്ങൾ ഇല്ലേ? ഉണ്ട്, അതെല്ലാം ഉണ്ട് ഇവിടെ. എങ്കിലും ഇവിടെ ഈ ഹൈവേയിൽ സ്പീഡ് കൂടുതലായതുകൊണ്ട് സംഭവിച്ചതാണ്. വണ്ടികൾ അവിടെ പനയമ്പാടം ഭാഗത്ത് നല്ല സ്പീഡിലാണ് വരുന്നത്. ഇപ്പുറത്ത് ഈ ഇറക്കത്തിലാണ് വണ്ടികൾ നല്ല സ്പീഡിൽ വരുന്നത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ്.